Skoda, the one of the oldest manufacturer in the world. Hello, Namaskaram. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. This is Dominic Paltingal and you're watching Car Story by Dominic. നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് ഈ സ്കോഡയുടെ വിശേഷങ്ങളാണ്. നമ്മൾ ഈ കാർ സ്റ്റോറി എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മുടെ ഈ ബ്രാൻഡ് നമ്മൾ കയ്യിലുള്ള കാറിന്റെ ഹിസ്റ്ററി ആൻഡ് ബ്രാൻഡ് ഹിസ്റ്ററി. നമുക്ക് ഇന്ന് കയ്യിലുള്ള ലോറയാണ്. ഈ ലോറയുടെ ചെറിയ ഹിസ്റ്ററി ആൻഡ് ലോറയുടെ ഇത്തിരി കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ ലോറയുടെ ബ്രാൻഡായ സ്കോഡ, അതിൻ്റെ ഒരു ഹിസ്റ്ററി കൂടിയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതാണ് നമ്മൾ ഈ കാർ സ്റ്റോറി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. നമ്മൾ ഈ സ്കോഡയുടെ ഹിസ്റ്ററി നോക്കുകയാണെന്ന് വെച്ചാൽ ഭയങ്കര റിച്ച് ഹിസ്റ്ററി ഉള്ളൊരു ബ്രാൻഡാണ് സ്കോഡ. 1895 ഈ സ്കോഡ ബ്രാൻഡ് ഏറ്റവും ആദ്യം ലോഞ്ച് ചെയ്തത്. ഏറ്റവും ആദ്യമൊക്കെ ഈ മോട്ടോർ സൈക്കിൾ ആൻഡ് ബൈസൈക്കിളൊക്കെ ആയിരുന്നു ഇവിടെ മാനുഫാക്ചറിങ്ങിലും. ഒരു 1905 ആയപ്പോൾ LNK എന്നുള്ളൊരു ബ്രാൻഡ് വന്ന് കാർ മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്തു. വോൾട്രേറ്റ് എന്ന് പറഞ്ഞൊരു കാറായിരുന്നു ഇവിടെ ഫസ്റ്റ് കാർ എന്ന് പറയുമ്പോൾ. 1925 ഒക്കെ ആയപ്പോൾ ഈ LNKക്ക് ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ കാരണം സ്കോഡായിട്ട് മേർജ് ചെയ്യായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് നമ്മുടെ സ്കോഡ എന്നൊരു ബ്രാൻഡ് കാർ മാനുഫാക്ചറിങ്ങിൽ കടന്നു വരുന്നത്. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഒരുപാടധികം മോഡൽസ് നമ്മുടെ സ്കോഡ കാർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ബട്ട് 1980s ഒക്കെ ആയപ്പോൾ ലാക്ക് ഓഫ് ടെക്നോളജി, മോഡേൺ ടെക്നോളജി കാർസിൻ്റെ ഒപ്പം കോമ്പീറ്റ് ചെയ്യാൻ പറ്റാതെ സ്കോഡ ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോയിരുന്നു. എന്നിട്ട് അവരുടെ സെയിൽസ് ഒക്കെ ഭയങ്കരമായിട്ട് ഡൗൺ ആയി. ആ ഒരു ടൈമിലാണ് നമ്മുടെ ഫോക്സ്വാഗൻ ഗ്രൂപ്പ്, VAG ഗ്രൂപ്പ് വരുന്നത്. 1991 VAG ഗ്രൂപ്പ് നമ്മുടെ സ്കോഡ ബ്രാൻഡ് അക്വയർ ചെയ്തു. അത് കഴിഞ്ഞ സ്കോഡ എന്നൊരു ബ്രാൻഡിനെ ഇതേപോലെ ഒരു നല്ലൊരു വെൽ നോൺ ബ്രാൻഡാക്കി മാറ്റിയത് VAG ഗ്രൂപ്പാണ്. നമ്മുടെ VAG ഗ്രൂപ്പ് ഇതിനെ മോഡേൺ കാർസായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടെക്നോളജീസൊക്കെ കൊടുത്ത് ഒരു മിഡ് റേഞ്ച് സെഗ്മെന്റ് കാർസിൽ ഇറക്കി. ഇപ്പം നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ VAG ഗ്രൂപ്പിൻ്റെ വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ ബ്രാൻഡ് തന്നെയാണ് സ്കോഡ എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ VAG ഗ്രൂപ്പിൻ്റെ ഒരു കീ ബ്രാൻഡും കൂടിയാണ് ഇപ്പോൾ സ്കോഡ. എല്ലാ കാര്യത്തിലും, സെയിൽസിലാണെച്ചാലും ടെക്നോളജിയിലാണെച്ചാലും മോഡലിറ്റിലാണെച്ചാലും എല്ലാത്തിലും മുൻനിരയിൽ തന്നെയാണ് ഇപ്പോൾ സ്കോഡ എന്നൊരു ബ്രാൻഡ് നിൽക്കുന്നത്. ആൻഡ് ഇവരുടെ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള മോഡൽ എന്ന് പറഞ്ഞാൽ ഫാബിയ ആൻഡ് ഒക്ടാവിയ ആയിരുന്നു. ഫാബിയ ഒക്ടാവിയ നമ്മുടെ ഇന്ത്യക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ത്യയുടെ ചരിത്രം കൂടി പറയണല്ലോ. നമ്മുടെ ഇന്ത്യയുടെ ഹിസ്റ്ററി വരുമ്പോൾ, നമ്മുടെ സ്കോഡയുടെ ഹിസ്റ്ററി നോക്കുമ്പോൾ 2005 സ്കോഡ ലോറ ലോഞ്ച് ചെയ്തത്. നമുക്ക് ഏറ്റവും ആദ്യത്തെ വണ്ടി സ്കോഡയുടെ അത് കിട്ടിയെന്ന് വെച്ചാൽ ഒക്ടാവിയ ആയിരുന്നു. ഒക്ടാവിയ നമ്മുടെ ഇന്ത്യയിൽ ഇറക്കി ആൻഡ് വളരെ വലിയൊരു സക്സസ് തന്നെയായിരുന്നു ഒക്ടാവിയ എന്ന് പറയുമ്പോൾ. അത് നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് ഒരു ജർമ്മൻ ബ്രാൻഡിന്റെ ഒരു ക്വാളിറ്റി, അതിന്റെ ഒരു ഫീഡ്ബാക്ക് ഒരു വേറെ തന്നെയായിരുന്നു. ഇത്രയധികം എക്സ്പെൻസീവ് ആയിരുന്നെങ്കിലും അതിന്റെ സെയിൽസ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഈ സ്കോഡ ലോറ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയത് ശരിക്കും ഒക്ടാവിയയുടെ സെക്കൻഡ് ജനറേഷൻ ആണ്. അതായത് MK2 ഒക്ടാവിയ നമുക്ക് റീബ്രാൻഡ് ചെയ്തിട്ടാണ് ലോറ എന്ന് പറഞ്ഞ ഒരു കാർ ഇറങ്ങിയത്. അപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല ചില കൺട്രീസിലൊക്കെ ലോറ എന്നൊരു ബ്രാൻഡിൽ തന്നെയാണ് നമ്മുടെ സ്കോഡക്കാർ ഒക്ടാവിയ Mark 2 ഇറക്കിയത്. അപ്പോൾ അങ്ങനെ ഒരു ആക്ച്വലി ഇറ്റ്സ് നോട്ട് എ ലോറ, ഇറ്റ്സ് ആക്ച്വലി ഒക്ടാവിയ എന്ന് നമുക്ക് പറയാം. നമ്മുടെ ഇന്ത്യൻ ലോറ അല്ലെങ്കിൽ നമ്മുടെ സ്കോഡ വിജയിക്കാനുള്ള കാരണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ്, അതിൻ്റെ ഡ്രൈവ് ഡൈനാമിക്സ്, അതിൻ്റെ എർഗണോമിക്സ് എല്ലാം കൂടി ഒരു പാക്ഡ് വണ്ടിയാണ് നമുക്ക് കിട്ടിയത്. അതുവരെ നമ്മൾ കാണാത്ത രീതിയിലുള്ളൊരു കാർ തന്നെയായിരുന്നു ഈ ലോറ എന്ന് പറയുമ്പോൾ. അതായത് ഒരു ജർമ്മൻ എഞ്ചിനീയറിംഗ് എന്താണെന്ന് നമ്മൾ കാണിച്ചാൽ നമ്മുടെ ഫോക്സ്വാഗൻ ഗ്രൂപ്പിൻ്റെ ഒരു വിസ്മയം തന്നെയായിരുന്നു ഈ ലോറ. ഒരുപാടധികം നമുക്കിപ്പോൾ അതിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് കാണിച്ചാലും നമ്മൾ ആ കാല് കൊടുക്കുമ്പോഴുള്ള സ്നാപ്പി ആയിട്ടുള്ള ഒരു പുള്ളിങ്, ഇനീഷ്യൽ പുള്ളാണിച്ചാലും എല്ലാം കൊണ്ടും ഒരു എൻതുസിയാസ്റ്റിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിക്കാണ് നമ്മുടെ ലോറ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ലോറേനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് തന്നെ പറയണം. ഇതിൻ്റെ എഞ്ചിൻ ആൻഡ് ട്രാൻസ്മിഷൻ, അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ആകർഷിച്ച ഒരു ഘടകം എന്ന് പറയുമ്പോൾ. ഇതിൻ്റെ എഞ്ചിൻ സ്പെക്ക് വന്ന് ഒരു 2 ലിറ്റർ TDI ആൻഡ് 1.8 TSI ആണ്. ഒരു എൻതുസിയാസ്റ്റിനോട് ചോദിക്കാന്ന് വെച്ചാൽ ലോറയുടെ എഞ്ചിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അത്രയ്ക്ക് നല്ലൊരു ഫീഡ്ബാക്ക് ആണ് തരാം. നമ്മുടെ ഡീസൽ എഞ്ചിൻ, നമ്മുടെ 2 ലിറ്റർ TDI നോക്കാന്ന് വെച്ചാൽ ട്യൂണബിൾ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രോങ് ടോർക്ക് ഡെലിവറി, അതിൻ്റെ ആ ഒരു എക്കോണമി, അത് നമുക്കൊരു എന്താ പറയുക, പെർഫോമൻസ് കാർ വേണം, അതുപോലെ നല്ലൊരു എക്കോണമി വേണം, എല്ലാം ചേർന്നൊരു കാർ എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ സ്കോഡയുടെ ലോറ TDI 2 ലിറ്റർ. അതുപോലെ തന്നെ 1.8 TSI, അതിൻ്റെ ആ ഒരു ഇനീഷ്യൽ പഞ്ചി ആയിട്ടുള്ളൊരു പുള്ളിങ്, അത് നമുക്ക് ശരിക്കും ഓടിച്ച് തന്നെ മനസ്സിലാക്കേണ്ടി വരും. അത്രയധികം ഫാൻ ബേസ് ഉള്ള രണ്ട് എഞ്ചിൻ ടൈപ്പാണ് 1.8 TSIയും 2 ലിറ്റർ TDIയും.
ആൻഡ് നമ്മൾ ഇതിൻ്റെ ട്രാൻസ്മിഷൻ നോക്കാൻ വെച്ചാൽ ഇതിൽ 5 സ്പീഡ് മാനുവൽ വന്നിട്ടുണ്ട്, 6 സ്പീഡ് മാനുവൽ വന്നിട്ടുണ്ട്, അതുപോലെ 6 സ്പീഡ് ഓട്ടോമാറ്റിക് DSG വന്നിട്ടുണ്ട്. DSG ഗിയർ ബോക്സ് എന്ന് പറയുമ്പോൾ VAG ഗ്രൂപ്പിൻ്റെ വൺ ഓഫ് ദി ഐക്കോണിക് ഗിയർ ബോക്സ് തന്നെയായിരുന്നു. അത് നമ്മൾ DCT എന്ന് പറയും, അത് ആ സെയിം സാധനം തന്നെയാണ് നമ്മൾ DSG. വൺ ഓഫ് മൈ ഫേവറേറ്റ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് തന്നെയാണ് DSG എന്ന് പറയുമ്പോൾ. അത് എൻ്റെ മാത്രമല്ല, ഒരുപാട് എന്തൂസിയാസ്റ്റ് പ്രിഫർ ചെയ്യുന്ന ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് DSG ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഇതുപോലൊക്കെ പോകുന്ന ടൈമിലാണ് നമുക്ക് 2009 ഒരു ഫേസ് ലിഫ്റ്റ് കിട്ടിയത്. ആൻഡ് ദിസ് ഈസ് ദ ഫേസ് ലിഫ്റ്റ് 1. 2005 to 2009 വരെ മാർക്ക് 1 ലോറിയാണ് നമുക്ക് കിട്ടിയെങ്കിൽ നമുക്ക് 2009 മാർക്ക് 2 ലോറ കിട്ടി. അത് ഒക്ടാവിയയുടെ വേറൊരു വേർഷനാണ്, ബട്ട് നമുക്ക് വേറൊരു തരത്തിലാണ് ഫേസ് ലിഫ്റ്റ് കിട്ടിയത്. നമുക്ക് ഇതിൻ്റെ ഫേസ് ലിഫ്റ്റ് നോക്കുമ്പോൾ ഇതിൻ്റെ ഗ്രിൽസ് മാറി, ഇതിൻ്റെ ഹെഡ് ലാമ്പ് മാറി, ഇതിൻ്റെ ടോട്ടൽ ബമ്പേഴ്സ് കാര്യങ്ങളൊക്കെ മാറിയിട്ടാണ് നമുക്ക് കിട്ടിയത്. ഒരു അടിമുടി പുതിയൊരു ലോറ നമുക്ക് കിട്ടി. ആൻഡ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഒരു ലോറ എന്ന് പറയുമ്പോൾ ഈ ഒരു ലോറയാണ്. ഫേസ് ലിഫ്റ്റ് ചെയ്ത 2009 ഫേസ് ലിഫ്റ്റ് ലോറയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ളത്. ഇതേപോലൊക്കെ ഒരു പീക്ക് സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് 2013 നമ്മുടെ ലോറ ഡിസ്കണ്ടിന്യൂ ചെയ്തത്. ഒരു ലോറ ഡിസ്കണ്ടിന്യൂ ചെയ്തതിൻ്റെ കാരണം ഒന്നില്ലെങ്കിൽ സെയിൽസ് കുറഞ്ഞതോ അല്ലെങ്കിൽ ഇതിൻ്റെ കംപ്ലൈൻസോ കാരണമല്ല. നമ്മുടെ മാർക്ക് 3 ഒക്ടാവി വെച്ച് റീപ്ലേസ് ചെയ്യായിരുന്നു ചെയ്തത്. ഞാൻ പറഞ്ഞു ആക്ച്വലി ഇത് മാർക്ക് 2 ഒക്ടാവിയാണ്. ആ ഒക്ടാവിയെ നമുക്ക് റീബ്രാൻഡ് ചെയ്തിട്ടാണ് ലോറ എന്ന പേരിൽ നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഈ മാർക്ക് 2 ഒക്ടാവിനെ അവർ റീപ്ലേസ് ചെയ്ത് മാർക്ക് 2 ഒക്ടാവിനെ റീപ്ലേസ് ചെയ്ത് മാർക്ക് 3 ഒക്ടാവി ഇറക്കി എന്നുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഈ ലോറ എന്നൊരു ബ്രാൻഡ്, അല്ലെങ്കിൽ ലോറ എന്ന ബ്രാൻഡ് അല്ല, ലോറ എന്നൊരു കാർ ഡിസ്കണ്ടിന്യൂ ചെയ്തത്. നമ്മൾ ഫേസ് ലിഫ്റ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറയാം. വൺ ഓഫ് ദി എന്താ പറയുക ഐക്കോണിക് പ്ലാറ്റ്ഫോം തന്നെയാണ് നമ്മുടെ ലോറയ്ക്ക് വന്നത്. PQ35 എന്നാണ് അതിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ നെയിം. ആൻഡ് നമ്മുടെ ജെറ്റ, വോക്സ്വാഗൻ ജെറ്റ, അതുപോലെ നമ്മുടെ വോക്സ്വാഗൻ ഗോൾഫ്, Audi TT, Audi A3, അതിലൊക്കെ ഒരുപാടധികം കാസിൽ യൂസ് ചെയ്ത സെയിം പ്ലാറ്റ്ഫോമാണ് ഈ PQ35 എന്ന് പറയുമ്പോൾ. ആൻഡ് ഒരു വേഴ്സറ്റൈൽ പ്ലാറ്റ്ഫോം നോക്കും. റൈറ്റ് ഹാൻഡ് ഡ്രൈവ് വാങ്ങിച്ചാലും ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വാങ്ങിച്ചാലും എങ്ങനെയാണ് നമുക്ക് ഇതിനെ മാറ്റിമറിച്ച് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലോറയുടെ വാഗൺ, റെഗുലർ വാഗൺ ഇറങ്ങിയിട്ട് പുറമെ നമുക്ക് കിട്ടിയില്ലെങ്കിലും പുറമെ ഒരുപാട് അധികം കാസ് ഈ പ്ലാറ്റ്ഫോം വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പ്ലാറ്റ്ഫോമിൽ എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ അതുപോലെയൊക്കെ നമ്മുടെ VAG ഗ്രൂപ്പ് ഈ പ്ലാറ്റ്ഫോമിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്രയൊക്കെ അധികം നിൽക്കുന്ന ടൈമിലാണ് 2013 നമ്മുടെ ലോറ ഡിസ്കണ്ടിന്യൂ ചെയ്തത്. ലോറ ഡിസ്കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു മെയിൻ കാരണം ഇതിന് എന്താ പറയുക സെയിൽസ് കുറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഇതിന് കുറേ പ്രശ്നങ്ങളുണ്ടോ ഉണ്ടായതുകൊണ്ടല്ല. അതിന് മെയിൻ കാരണം പുതിയ കാസ് ലോഞ്ച് ചെയ്യാനായിട്ട്. അങ്ങനെ 2014 ഇപ്പോൾ സ്കോഡ ലോറ എന്നൊരു വിസ്മയം നമ്മൾ വിട്ടുപോയി. ഇറ്റ്സ് ബീൻ എ ഡെക്കേഡ്, സ്റ്റിൽ വി ക്യാൻ സ്മെൽ ദി ഫ്രഷ്നെസ് ഓഫ് ലോറ. ഇതിൻ്റെ ക്വാളിറ്റി അണിച്ചാലും ഇതിൻ്റെ ഡ്രൈവ് ഡൈനാമിക്സ് അണിച്ചാലും നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പഞ്ചിനെസ്, ആ ഒരു എന്താ പറയുക ഒരു എൻജിൻ്റെ ഒരു വിസ്മയം, അത് ഒരു ഹരം തന്നെയായിരുന്നു നമ്മുടെ എന്തൂസിയാസ്റ്റിന്. ഇത്ര പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.